ഹലോ ഗൈസ്, എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾ തമ്പനെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഈ റംബുട്ടാൻ ഉണ്ടായി വരുന്ന സമയത്ത് തന്നെ കായ്ഫലം കൊഴിഞ്ഞു പോകുന്നു. അതിൻ്റെ കാരണവും പ്രതിവിധി എന്താണതിന് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ആദ്യമേ തന്നെ ഈ റംബുട്ടാൻ നമ്മുടെ നാട്ടിൽ വരുന്നത് മലേഷ്യ, ശ്രീലങ്ക, ഇന്തോനേഷ്യ, അതേപോലെ ഫിലിപ്പൈൻസ് എന്നീ രാജ്യങ്ങളിലായിരുന്നു കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഇപ്പോൾ കേരളത്തിൽ നല്ല സുലഭമായിട്ട് തന്നെ ഈ ഫലവൃക്ഷം ഉണ്ടാകുന്നുണ്ട്, ഈ ഫലം ഉണ്ടാകുന്നുണ്ട്. ധാരാളം പോഷകങ്ങളടങ്ങിയ ഈ ഫലം നമുക്ക് കഴിക്കാൻ വളരെ സ്വാദിഷ്ടമാണ്. അതുപോലെ രോഗപ്രതിരോധ ശേഷി നമുക്ക് വർദ്ധിപ്പിക്കുന്നു, രക്തയോട്ടം മെച്ചപ്പെടുന്നു, ചർമ്മ സംരക്ഷണത്തിനെല്ലാം വളരെ നല്ലൊരു ഫലമാണിത്. അതേപോലെ നല്ല ഊർജം നൽകുന്നു, ദഹനത്തെ സഹായിക്കുന്നു. അങ്ങനെ ഒട്ടേറെ സവിശേഷതകളുണ്ട് ഈ ഫലം കഴിച്ചാലുള്ള ഗുണങ്ങളുണ്ട്. എന്നിരുന്നാലും ഏതൊരു കർഷകനും വിഷമിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് രാവിലെ നമ്മൾ മുറ്റത്ത് നോക്കുമ്പോൾ ഇതേപോലെ കായകൾ കൊഴിഞ്ഞു കിടക്കുക എന്നുള്ളത്. അതിന് കാരണം എന്താണെന്ന് നമ്മൾ പല കർഷകരോടും അതുമായി ബന്ധപ്പെട്ടവരൊക്കെ നമ്മൾ ആ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലർ പറയുന്നത് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയുടെ വ്യതിയാനമാണ്. ഈ കൂടുതൽ മഴ ഉള്ള സമയമാണെങ്കിൽ ഈ റംബൂട്ടാൻ കൊഴിഞ്ഞു പോകാൻ ഉണ്ട്, കുറേ അധികം കൊഴിഞ്ഞു പോകും. ഇത് ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കാരണം ചിലർ പറയുന്നത് നമുക്ക് നൈട്രജൻ്റെ കുറവ് കൊണ്ടാണ്. ഈ വൃക്ഷങ്ങൾക്ക് ചുവട്ടിൽ നൈട്രജൻ നമുക്ക് ലഭിക്കാനായിട്ട് നമ്മൾ ചാരം, അതേപോലെയുള്ള കുമ്മായം ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഒരു പരിധിവരെ ഈ കൊഴിച്ചിൽ തടയാൻ സഹായിക്കുമെന്നാണ്. മഴ കൂടുതലാണെങ്കിലും ഇതിന് പിന്നെ ഇതേപോലെ കൊഴിച്ചിൽ സ്വഭാവമുണ്ട്. അതേപോലെ നല്ല ശക്തമായ വെയിലാണെങ്കിലും ഇലകളെല്ലാം കരിഞ്ഞു പോകുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ വീടുകളിലും ഇതേപോലെയുള്ള കൊഴിച്ചിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ നൈട്രജൻ്റെ കുറവാണുള്ളതെന്നുണ്ടെങ്കിൽ ചാരം വിതറി കൊടുക്കുക അതിൻ്റെ ചുവട്ടിൽ. അതേപോലെ വെള്ളം, ഈ കായ് ഫലം ഉണ്ടായി തുടങ്ങിയാൽ വെള്ളം, ജലം ഒഴിച്ചു കൊടുക്കരുതെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ പരീക്ഷിച്ച് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് തോന്നിയെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും, കമൻറ്റ് ഇൻബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.